ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞാൻ ഈ അടുത്തിടയ്ക്ക് മേടിച്ചിട്ടുണ്ടായിരുന്ന എൻ്റെ പുതിയ ക്യാമറയാണ് കേട്ടോ. ഇതാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന ക്യാമറ. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയൊരു ക്യാമറ പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അത് വന്നിട്ട് ഈ ഒരു ക്യാമറയാണ്. DG Osmo Pocket 3 ആണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ക്രിയേറ്റർ കോംബോ ആണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ക്യാമറ യൂസ് ചെയ്തിട്ടാണ്. അതിനുശേഷം നിങ്ങളുടെ അടുത്തൊരു റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ അൺബോക്സിങ് കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഓൾറെഡി അൺബോക്സ് ചെയ്താൽ പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതിൽ കുറച്ചധികം ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇതിലെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ 2-3 വീഡിയോ മുന്നേ എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതിൻ്റെ മെയിൻ റീസൺ അതുകൊണ്ടാണ്. കാരണം എനിക്ക് കുറച്ചും കൂടി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണമല്ലോ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട്. ഇതൊരു ബെസ്റ്റ് ക്യാമറയാണോ, അതേപോലെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പോണത്. ഞാൻ ആദ്യം ഒരു ക്യാമറ എടുക്കണം എന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് GoPro ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ മൈജിയിൽ പോയിട്ട് GoPro ഒക്കെ നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. GoProനും ഇതിന് ഏകദേശം ഒരേ റേറ്റ് തന്നെയാണ് വരുന്നത്. അത് ചെറിയ വേരിയേഷൻ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് പേരുടെ അടുത്തൊക്കെ അന്വേഷിച്ചപ്പം എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞു GoProനെക്കാട്ടും കുറച്ചും കൂടി നല്ല DG ആണെന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു DG എടുക്കാമെന്ന് തീരുമാനിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ കുറേ റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ റിവ്യൂസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞാൻ കുറേ അധികം ഗൂഗിളിലൊക്കെ കുറേ അധികം വായിച്ചിട്ടുണ്ടായിരുന്നു ക്യാമറേനെ പറ്റിയിട്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു പേർപ്പസിന് ഇതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്നാണ്. കാരണം നമ്മൾ വ്ളോഗിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഞാൻ ഈ ഒരു ക്യാമറ യൂസ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ട് അങ്ങനെ എവിടെയും പോകണമെന്നില്ല. അപ്പോൾ അഡ്വഞ്ചറസ് ആയിട്ട് നിങ്ങൾ എവിടെയും പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ, അതായത് നിങ്ങൾ വെള്ളത്തിലെടുത്ത് ചാടുന്നു അങ്ങനത്തെ വീഡിയോസൊക്കെ കുറച്ചും കൂടി ഷൂട്ട് ചെയ്യാൻ വേണ്ടി നല്ലത് GoPro ആണ്. അണ്ടർ വാട്ടർ ഷോട്ട്സ് ഒക്കെ കിട്ടാൻ വേണ്ടി കുറച്ചും കൂടി ബെറ്റർ GoPro ആണ്. പക്ഷേ ഇത് നിങ്ങളിപ്പം ട്രാവൽ ചെയ്യാൻ നിങ്ങൾക്ക് ഇങ്ങനെ കയ്യിൽ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടൊരു ക്യാമറ വേണം, നിങ്ങളെ ബാഗിലോ പോക്കറ്റിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊരു ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ഉള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന നേരത്തെ പറഞ്ഞ പോലെ DG Osmo Pocket 3 ആണ്. ക്രിയേറ്റർ കോംബോ ആണ്. ക്രിയേറ്റർ കോംബോയുണ്ട്. അത് കൂടാണ്ട് ഈ ഒരു DGൻ്റെ സെറ്റ് മാത്രം കിട്ടുന്ന വേറൊരു സംഭവം കൂടിയുണ്ട്. പക്ഷേ ക്രിയേറ്റർ കോംബോ ആകുമ്പോഴത്തേക്കും നമുക്കിതിൽ കുറേ അധികം ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇത്രയും സാധനങ്ങൾ ഇതിലുണ്ടാവും. അത് ഞാൻ ഓരോ നിങ്ങൾക്ക് എന്തൊക്കെയാണെന്നുള്ളത് തുറന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നിനെയും പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സംഭവം മാത്രം ക്യാരി ചെയ്താൽ മതി. നിങ്ങൾക്ക് വ്ളോഗ് എടുക്കാനും അതേപോലെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഹാൻഡിയാണ് കേട്ടോ. നിങ്ങൾക്ക് തുറന്ന് കാണിക്കുമ്പോൾ മനസ്സിലാവും എത്രത്തോളം കൺവീനിയൻ്റ് ആണ് നമുക്കിത് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. എനിക്ക് ചെറുതായിട്ട് കോൾഡ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ബ്രീത്ത് എടുത്ത് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എക്സ്ക്യൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് ഓൾറെഡി ഞാൻ ഓപ്പൺ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ. ഇത് ഞാൻ കുറേ അധികം യൂസ് ചെയ്തു. എനിക്ക് തോന്നുന്നു എൻ്റെ ലാസ്റ്റത്തെ ഒരു 3-4 വീഡിയോ ഇതിലാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതിലാണ് ഷൂട്ട് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിൽ ആദ്യത്തേത് ഇങ്ങനത്തെ ഒരു സെറ്റാണ് കേട്ടോ വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇങ്ങനത്തെ ഒരു പൗച്ചാണ് വരുന്നത്. കേട്ടോ. നല്ല പ്രീമിയം ലുക്കുള്ളൊരു പൗച്ചാണ് വരുന്നത്. ബ്ലാക്ക് കളറിലുള്ള ഒരു പൗച്ചാണ് കേട്ടോ വരുന്നത്. ഇതിന് ഇവിടെ ഒരു ഹാൻഡിലും കൂടി ഉണ്ട്. നമുക്കിങ്ങനെ ക്യാരി ചെയ്ത് പോകാനൊക്കെ ഭയങ്കര ഈസിയാണ്. ഞാൻ ഇങ്ങനെയാണ് എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോകുന്നത്, ക്യാരി ചെയ്തിട്ട്. ഈ ഒരു പൗച്ച് തന്നെ എപ്പോഴും ഇട്ട് വെക്കുന്നത്. കാരണം ഇത് സ്ക്രാച്ചസും കാര്യങ്ങളൊന്നും ഇപ്പം തന്നെ വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ പൗച്ച് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിതിലുണ്ടാവുന്നത് ഇത്രയും ഐറ്റംസ് ആണ് കേട്ടോ. ഞാൻ ഓരോന്നും നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ വന്നിട്ട് ഒരു മൈക്കാണ്. മൈക്കിൻ്റെ കൂടെ നമുക്കിങ്ങനത്തെ ഒരു എന്താ പറയുക എനിക്കറിയില്ല. ഈ ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വിൻഡുള്ള സ്ഥലത്ത് നമ്മൾ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ വിൻഡ് അത്ര നമ്മളെ വീഡിയോയിൽ അല്ലെങ്കിൽ ആ ഓഡിയോയിൽ ഉണ്ടാവില്ല കേട്ടോ. കുറച്ചും കൂടി ക്ലാരിറ്റി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിത് റിമൂവ് ചെയ്ത് മാറ്റാം കേട്ടോ. ഞാൻ ഇന്നലെ ഇതിട്ട് വെച്ചതായിരുന്നു. നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇത് ഈസി ആയിട്ട് ഇതിൽ ജോയിൻ ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും. ഇതാണ് DGൻ്റെ മൈക്ക് വന്നിട്ട്. ഭയങ്കര ഈസിയാണ് നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാനൊക്കെ. നമ്മൾ വൺസ് ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോൾ ഇത് ഓൺ ചെയ്താലും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ സിസ്റ്റത്തിലോട്ടല്ല ക്യാമറയിലോട്ട് കണക്റ്റ് ആവുന്നതായിരിക്കും കേട്ടോ. ഇതിൽ ഇതേപോലെ ഒരു ഓൺ ബട്ടൺ ഉണ്ട് കേട്ടോ. ഈ ഓൺ ബട്ടൺ നമ്മൾ ഓൺ ചെയ്യുകയാണെങ്കിൽ ഇതൊരു ലൈറ്റ് കത്തുന്നതായിരിക്കും. അത് കൂടാതെ ഒരു വൈബ്രേഷനും കൂടി ഉണ്ടാവും. ഇപ്പോൾ ഈ മൈക്ക് ഓൺ ആയിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ക്ലിപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് കൂടാണ്ട് ഇതിനൊരു മാഗ്നറ്റും കൂടി വരുന്നുണ്ട്. അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഈ ഒരു കിറ്റിലുള്ളതാണ് കേട്ടോ.
ഇങ്ങനെയാണ് അതിൻ്റെ മാഗ്നറ്റ് വരുന്നത്. ഇങ്ങനൊരു ചെറിയൊരു പൗച്ചിലായിട്ട് മാഗ്നറ്റും കൂടി ഉണ്ടാവും. ഇതാണ് DGൻ്റെ മാഗ്നറ്റ് വരുന്നത്. ഇത്രയും ഒരു ചെറിയ സാധനമാണ്. അപ്പം എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ മാഗ്നറ്റ് ഉള്ളിലോട്ട് വെക്കുക. ഇങ്ങനെ നമ്മൾ ഡ്രസ്സിൻ്റെ ഉള്ളിലോട്ട് മാഗ്നറ്റ് വെച്ചിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കണക്റ്റ് ആവും. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ യൂസ് ചെയ്യാം. ഓറൽസ് നിങ്ങൾക്ക് അങ്ങനെ വേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സിൽ തന്നെ ക്ലിപ്പ് ചെയ്യാനാണെങ്കിൽ നോർമലി നമ്മൾ ക്ലിപ്പ് ചെയ്യുന്ന പോലെ തന്നെ ക്ലിപ്പ് ചെയ്യാം കേട്ടോ. ഈ മാഗ്നറ്റ് വരാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ടൈറ്റാണ് മാഗ്നറ്റ്. നിങ്ങൾക്കിങ്ങനെ നമ്മുടെ ഡ്രസ്സിൽ വേണമെങ്കിൽ ക്ലിപ്പ് ചെയ്ത് വെക്കാം കേട്ടോ. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ ഡ്രസ്സിൽ ക്ലിപ്പ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ഈ ഒരു മാഗ്നറ്റ് യൂസ് ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ നമ്മൾ ഡ്രസ്സ് ഇങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്ത് കളിക്കില്ല. ചില സമയം നമ്മൾ ഡ്രസ്സ് ഭയങ്കരമായിട്ട് മൂവ് ചെയ്ത് കളിക്കും. അപ്പോൾ അതിനെക്കാട്ടും ബെറ്റർ നിങ്ങളിങ്ങനെ മാഗ്നറ്റ് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നോളൂ കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് ഞാൻ ഈ സൈഡിലോട്ട് മാറ്റി വെക്കുകയാണ്. കാരണം കാണാണ്ടായിപ്പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഒരു മാഗ്നറ്റ് ഭയങ്കര ചെറുതല്ലേ, അപ്പോൾ ഇത് പെട്ടെന്ന് കാണാണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് കേട്ടോ. ഞാൻ നെക്സ്റ്റ് ക്യാമറ കാണിക്കാം കേട്ടോ, എന്നാലും എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മളെ ക്യാമറ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞ് ക്യാമറയാണ് കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞ് ക്യാമറയാണ്. നമ്മളെ പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ടാവാം, നമ്മുടെ ബാഗിലൊക്കെ ഇട്ടുകൊണ്ടാവാൻ പറ്റിയ ഒരു ക്യൂട്ടായിട്ടുള്ള ക്യാമറ. സ്ലിംഗ് ബാഗിൽ വരെ ഈ ഒരു സംഭവം ഇട്ടുകൊണ്ടാവാൻ വേണ്ടി പറ്റും കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഒരു സ്ക്രീൻ വരുന്നുണ്ട്. ഇവിടെ വരുന്നത് ഓൺ ബട്ടണാണ്. ഇത് നമുക്ക് പൊസിഷനൊക്കെ കറക്റ്റ് ചെയ്യാനുള്ളൊരു ബട്ടണാണ് കേട്ടോ. സോ നമ്മൾ ഈ ഒരു സംഭവം ഓൺ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഓൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ക്യാമറ ഈ ഒരു പൊസിഷനിലോട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ സ്ക്രീനിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിങ്ങനെ പൊസിഷൻ, നമ്മളെ ക്യാമറേൻ്റെ പൊസിഷൻ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യുന്നത്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണമെങ്കിൽ ക്യാമറേൻ്റെ പൊസിഷൻസ് നീക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് യൂട്യൂബിലേക്കുള്ള വീഡിയോ ആണ് നിങ്ങൾ എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീൻ ജസ്റ്റ് ഒന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നമുക്ക് യൂട്യൂബിലേക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ 2 മോഡുകളാണ് കേട്ടോ ഇതിനുള്ളത്. ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 മോഡിലേക്കും നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. ഇപ്പോൾ ആക്ച്വലി ഇതുള്ളത് ഫോട്ടോ മോഡിലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ മോഡിലേക്ക് ആക്കണമെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇങ്ങനൊരു ക്യാമറേൻ്റെ ഒരു സൈൻ അവൈലബിൾ ആണ്. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോസിലേക്ക് മാറ്റാം, വീഡിയോസിലേക്ക് മാറ്റാം, പനോരമിക് വ്യൂസ് എടുക്കാം, അതേപോലെ സ്ലോ മോഷൻ വീഡിയോസ് ഒക്കെ എടുക്കാം, ലോ ലൈറ്റ് വീഡിയോസ് എടുക്കാം, സ്ലോ മോഷൻ, പിന്നെ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ടാണല്ലോ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ ഓപ്ഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓറഞ്ച് കളറിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ റെക്കോർഡിംഗ് ഓൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വീഡിയോ റെക്കോർഡിംഗ് ഓൺ ആയത്. പിന്നെ ചെറുതായിട്ട് നമുക്ക് വേണമെങ്കിൽ പൊസിഷൻസ് ഒക്കെ ഇത് വെച്ചിട്ട് മാറ്റി കൊടുക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പം സൂം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് മുകളിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ സൂം ഓപ്ഷൻ അവൈലബിൾ ആണ്. അങ്ങനെ എല്ലാ രീതിയിലുള്ള ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇതെങ്ങനെ ടേൺ ഓഫ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നോർമലി നമ്മളെ പഴയ പൊസിഷനിലോട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 1 സെക്കൻഡിൽ ഇത് ടേൺ ഓഫ് ആവുന്നതായിരിക്കും. അപ്പം നമ്മളുടെ ക്യാമറ സെയിം പഴയ പൊസിഷനിലോട്ട് മാറുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാമറയിൽ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും വീഴില്ല കേട്ടോ, കാരണം ഇത് ഉള്ളോട്ടേക്കാണ് മടങ്ങിയിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിൽ പറയാനുള്ളത്, ഇതിന് ഇതേപോലത്തെ ഒരു അഡാപ്റ്റർ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു അഡാപ്റ്ററിന് ഇവിടെ ഒരു ചെറിയൊരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് 2 സൈഡിലും നിങ്ങൾക്ക് ഇങ്ങനെ 2 സാധനങ്ങൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇവിടെ നിന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്റ്റൻഡർ സെറ്റായി കിട്ടും. അതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്കിപ്പം എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം കൂടി ഉണ്ടാവും. ഇതും കൂടി ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം അതാകുമ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് എന്തെങ്കിലും വീഡിയോസ് ഷൂട്ട് ചെയ്യണമെങ്കിലൊക്കെ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആവും കേട്ടോ. പിന്നെ ഇതിന് കൂടെ വേറൊരു ഐറ്റം കൂടി അവൈലബിൾ ആണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ബാറ്ററി. ഇതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് 120 മിനിറ്റ്സ് ആണ്. ഓൾമോസ്റ്റ് ഒരു 2 hours ആണ് നമുക്ക് ഇത് ഫുൾ ചാർജ്, അതായത് നിങ്ങളുടെ DGൻ്റെ ക്യാമറ ഫുൾ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുക ഏകദേശം 2 hours ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ 2 hours നിങ്ങളെ ഷൂട്ട് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഇതേപോലത്തെ ഒരു ബാറ്ററി നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതും ഫുൾ ചാർജ് ചെയ്ത് വെക്കുക, ഇതും ഫുൾ ചാർജ് ചെയ്ത് വെക്കുക. ഇതും ഓൾമോസ്റ്റ് ഒരു 100% ഉണ്ടെങ്കിൽ 2 hours ഒക്കെ കിട്ടും. അത് നേരത്തെ ഞാൻ കാണിച്ച പോലെ ഇവിടെ ഒരു പ്രസ് ചെയ്യാനുള്ളൊരു ബട്ടൺ ഉണ്ട്.
അത് പ്രസ് ചെയ്ത് ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ സൈഡിൽ ഇങ്ങനെ ഒന്ന് ലോക്കും കൂടി ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബാറ്ററി അറ്റാച്ച്ഡായി നിങ്ങൾക്ക് കാണാൻ പറ്റും. 47% എന്ന് വന്നിട്ടുള്ളത് കാണാൻ പറ്റുന്നുണ്ടാവും. സോ ഇത് നിങ്ങളുടെ ബാറ്ററി ഇപ്പോൾ ചാർജിങ് ആണ് കേട്ടോ, ചാർജിങ് പൊസിഷനിലാണ് ഉള്ളത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതും അറ്റാച്ച് ചെയ്യാനുള്ള ഹോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇത് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു എക്സ്ട്രാ ബാറ്ററി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 2 hours അല്ലേ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ എവിടെയെങ്കിലും ഇപ്പോൾ ഒരു ലോങ് ട്രിപ്പിലാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാം. പിന്നെ ഇനി നിങ്ങൾക്ക് ചാർജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ പവർ ബാങ്ക് ഉണ്ടെങ്കിൽ ഇതിലേക്കും ചാർജ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ബാറ്ററി നിങ്ങൾക്ക് പവർ ബാങ്ക് വെച്ച് ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു പവർ ബാങ്കും കൂടെ കരുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ആക്ച്വലി SD കാർഡ് നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള ഹോളാണ് കേട്ടോ. ഞാൻ ഓൾറെഡി ഇതിൽ SD കാർഡ് ഇട്ടിട്ടുണ്ട്. ഞാൻ 128 GB SD കാർഡാണ് ഇട്ടത്. നിങ്ങൾക്കൊരു 64 GB ഒക്കെ ഉണ്ടെങ്കിൽ ധാരാളമായിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ആ കടയിൽ പോയപ്പോഴത്തേക്ക് അവിടെ 128 GB മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 128 GB ഇട്ടിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു എനിക്ക് 128 GB ആയിട്ടുണ്ടായിരുന്ന 1800 സംതിങ് ആണ് INR. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ ആ പ്രൈസിന് കിട്ടും. 64 GB ആക്ച്വലി അവിടെ വരുന്നത് 1500 അപ്പോൾ 300 rupees വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ 128 GB എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. 128 GB എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ SD കാർഡ് മാറ്റേണ്ട ആവശ്യങ്ങളൊന്നും വരുന്നുണ്ടാവില്ല. അപ്പോൾ അതാണ് ഈ ക്യാമറേനെ പറ്റി പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാം ഈ ക്യാമറേനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ക്ലാരിറ്റി അത്യാവശ്യം നല്ല ക്ലാരിറ്റിയാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഒന്നും കൂടി ക്ലാരിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ നല്ല ക്ലാരിറ്റിയാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ സൈഡിൽ വേണമെങ്കിൽ ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ കൊടുക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള ക്ലാരിറ്റിയാണ്. നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. ഞാൻ 1080 ഇട്ടിരിക്കുന്നത്. എന്നിട്ടും അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്ലാരിറ്റി ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. നമുക്ക് ലൈറ്റൊക്കെ ഇപ്പം ഞാൻ നല്ല ലൈറ്റ്, അതായത് വെളിച്ചത്തിൽ ഇരുന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ ഇത് രാത്രി ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ക്ലാരിറ്റി കുറച്ച് കമ്മിയാവുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ വെക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് കിട്ടും. അതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ ഒരു ലൈറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ, ചെറിയൊരു ലൈറ്റ്. അത് ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കാം. അതും കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ രാത്രി നമുക്ക് അത്യാവശ്യം ക്ലാരിറ്റിയിൽ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം ഞാനിവിടെ എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്ത് തരുന്നത് അക്കുവാണ്. ഞാൻ അപ്പം അക്കുവിൻ്റെ വീഡിയോ എടുത്തിട്ട് ഇതിൻ്റെ സൈഡിൽ കൊടുക്കാം. എത്രത്തോളം ക്ലിയർ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു വൈഡർ ആംഗിളിൽ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു വൈഡ് ലെൻസും കൂടി നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു കുട്ടി വൈഡ് ലെൻസാണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് ആ വൈഡ് ലെൻസ്. ഇത് മാഗ്നറ്റിക് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ വെക്കുക, എന്നിട്ട് നമ്മുടെ ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നിൽക്കും. കണ്ടോ? ഇപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ കുറച്ചും കൂടി വൈഡർ ആംഗിളിൽ കാണാനായിട്ട് ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള വീഡിയോ ആയിരിക്കും. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു വൈഡർ ആംഗിളിൽ നമുക്ക് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യേ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം വൈഡർ ആംഗിൾ യൂസ് ചെയ്താൽ മതി. കൂടുതൽ നമുക്ക് വൈഡർ ആംഗിൾ അങ്ങനെ യൂസ് ചെയ്യേണ്ട ആവശ്യം കൂടുതൽ വരാറില്ല. എന്നാലും നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നല്ലേ, ക്രിയേറ്റർ കിറ്റിൻ്റെ കൂടെ കിട്ടുന്ന ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. നമ്മൾ എക്സ്ട്രാ ഒന്നും മേടിക്കേണ്ട ആവശ്യങ്ങളൊന്നും വരുന്നില്ല. ഇതെടുത്ത് വെക്കട്ടെ. കാരണം ഈ ലെൻസിൽ ചെറുതായിട്ട് പൊടി പിടിച്ച് കഴിഞ്ഞാൽ വരെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അപ്പം എടുത്ത് നമ്മൾ സേഫായിട്ട് വെക്കാം. പിന്നെ ഇത് മാറ്റി വയ്ക്കാം. ഞാൻ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് ഒരു ചാർജിങ് കേബിളാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു C ടൈപ്പ് ചാർജിങ് കേബിളാണ്. നോർമലായിട്ടുള്ള ഒരു കേബിളാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഇങ്ങനത്തെ നമ്മളെ ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് നമ്മളെ കയ്യിലിട്ട് പിടിക്കാൻ പറ്റിയ പോലത്തെ ഒരു ഐറ്റം കൂടി വരുന്നുണ്ട്. ഇത് വലിയ യൂസ്ഫുൾ ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം ഇത് എപ്പോഴും നമ്മൾ ബാഗിലല്ലേ കൂടുതൽ കൊണ്ട് നടക്കാം. അത്രയും ഐറ്റംസാണ് ഈ ഒരു സംഭവത്തിനുള്ളിലുള്ളത്. അതോടുകൂടി നമ്മളുടെ ബോക്സ് കാലിയായിട്ടുണ്ട്. എല്ലാത്തിനും പ്രോപ്പറായിട്ട് സ്പേസ് അവർ അലോക്കേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ബോക്സ് തന്നെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കറക്റ്റായിട്ട് സ്പേസ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഈ ബോക്സിലോട്ട് എല്ലാ സാധനങ്ങളും വെക്കാം. ഇനി നമുക്ക് ഈ ബോക്സിലേക്ക് ഓരോ സാധനങ്ങൾ അലോക്കേറ്റ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് നമ്മളുടെ ക്യാമറ വെക്കുന്നത് ഈ ഒരു സൈഡിലാണ് കേട്ടോ. ഈ സൈഡിലാണ് ക്യാമറേൻ്റെ സ്പേസ് വരുന്നത്. പിന്നെ ഈ വലിയ ചാർജറിൻ്റെ സ്പേസ് വരുന്നത് ഈ സെൻറ്ററിലാണ്. അതിൻ്റെ കൂടെ തന്നെയാണ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്ന സംഭവം കൂടി വെക്കുന്നത്. പിന്നെ മൈക്ക് വെക്കുന്നത് ഈ ഒരു സൈഡിലാണ് കേട്ടോ. മൈക്ക് ഓഫ് ചെയ്തിട്ട് വെക്കാം. നേരത്തെ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ
അപ്പം മൈക്കിൻ്റെ കൂടെ ഈ ഒരു സംഭവം കൂടി അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഈ സൈഡിൽ വയ്ക്കാം. ആൻഡ് ഇതിൻ്റെ ഈ ഒരു അഡാപ്റ്റർ എക്സ്റ്റൻഷൻ ചെയ്യുന്ന സംഭവം ഈ ഒരു സൈഡിലാണ് വെക്കുന്നത്. പിന്നെ നമ്മളുടെ മൈക്കിൽ അറ്റാച്ച് ചെയ്യുന്ന മാഗ്നറ്റ് കവറിലാക്കിയിട്ട് നമുക്കൊരു സൈഡിലേക്ക് വെക്കാം. ഈ ഒരു സൈഡിൽ കണ്ടോ, ഈ സൈഡിലാണ് വെക്കുന്നത്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ലെങ്സും ഈ സൈഡിലാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ നമ്മളുടെ കേബിൾ ഈ സൈഡിലാണ് വെക്കുന്നത്. പിന്നെ നമ്മളുടെ കയ്യിലിട്ട് പിടിക്കുന്ന സംഭവമില്ലേ, ആ സംഭവം നമുക്ക് ഒരു സൈഡിലേക്ക് വെക്കാം. യെസ്, അപ്പോൾ ഇത്രയും സാധനങ്ങൾ പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ക്ലോസ് ചെയ്ത് സൈഡിലേക്ക് മാറ്റി വെച്ച് നമ്മൾ അടുത്ത സെറ്റ് ഓപ്പൺ ചെയ്യാം. അടുത്ത സെറ്റിൽ വരുന്നതാണ്, അടുത്ത സെറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഐറ്റമാണ് ഇങ്ങനെ ഒരു വൈറ്റ് ബോക്സിലുള്ളൊരു സംഭവം. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള ആകെ ഒരു ഐറ്റമേ ഉള്ളൂ. ഇത് ആക്ച്വലി ഇതിൻ്റെ പൗച്ചാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളുടെ ഈ ഒരു DG ക്യാമറ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പൗച്ചിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സേഫായിട്ട് കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങളിപ്പം ബാഗിലിടാണ്, അപ്പോൾ നിങ്ങൾ റഫ്യൂസ് അല്ലേ ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾക്ക് സേഫായി വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്ലേസ് ചെയ്യുക കേട്ടോ. കണ്ടോ, ഇതിനുള്ളിലേക്ക് പ്ലേസ് ചെയ്താൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ക്യാരി ചെയ്യാം. നമുക്ക് എവിടെയെങ്കിലും ഇട്ട് വെക്കാം. അപ്പോൾ നമ്മളെ സ്ക്രീനോ ലെൻസിലോ ഒന്നും ഒരു പ്രശ്നങ്ങളും പറ്റില്ല കേട്ടോ. നമുക്ക് എവിടെ വേണമെങ്കിൽ കൊണ്ട് നടക്കാൻ പറ്റിയ പോലത്തെ ഒരു ഐറ്റമാണ് ഇത്. അപ്പോൾ നിങ്ങൾക്കിത് അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ റഫ്യൂസൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഐറ്റം ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതും കൂടിയാണ് ഈ ഒരു ബോക്സിലുള്ളത്. അതോടുകൂടി നമ്മളുടെ DG അൺബോക്സിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനുള്ള ഒരുവിധ എല്ലാ സാധനങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വാറൻറ്റി ഗ്യാരൻറ്റി ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ആക്ച്വലി ഓൺലൈനായിട്ടല്ല പർച്ചേസ് ചെയ്തത്. നല്ല ചൂടാണ് കേട്ടോ, അതാണ് ഞാനിങ്ങനെ സ്വെറ്റ് ചെയ്യുന്നത്. ഫാൻ ഇട്ടിട്ടില്ല, കാരണം ചിലപ്പോൾ മൈക്കിൽ സൗണ്ട് കേൾക്കും, അതുകൊണ്ടാണ്. ഇനി ഇതിൻ്റെ വാറൻറ്റി ഗ്യാരൻറ്റി ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആക്ച്വലി ഇത് 1 year ഗ്യാരൻറ്റി അവർ തരുന്നത്. ഇപ്പോൾ ഫിസിക്കലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവർ മാറ്റി തരുന്നതായിരിക്കും. നമ്മളുടെ കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്ക്, അതായത് നമ്മളിപ്പോൾ എവിടെയെങ്കിലും എറിഞ്ഞു വീണു പൊട്ടി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവർ മാറ്റി തരില്ല. അല്ല അവരുടെ കയ്യിൽ നിന്നുള്ള എന്തെങ്കിലും ഇഷ്യൂസൊക്കെ, അതായത് സോഫ്റ്റ്വെയർ ഇഷ്യൂസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് മാറ്റി തരുന്നതാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് നിങ്ങൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇത് കിട്ടും എന്നെനിക്ക് തോന്നുന്നില്ല. ഞാൻ ഷോപ്പിൽ പോയിട്ടാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഈ ഒരു ക്യാമറേൻ്റെ ഫുൾ സെറ്റിനായിട്ടുണ്ടായിരുന്നത് 67,000 ആണ് കേട്ടോ. പ്ലസ് SD കാർഡ് ഞാൻ എക്സ്ട്രാ മേടിച്ചതാണ്. 67,000 ആയിട്ടുണ്ടായിരുന്നത്. ഓൺലൈൻ പ്രൈസ് ഞാൻ അന്ന് നോക്കിയപ്പം 69,990 ആണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ക്യാമറ പോയിന്റിൽ നിന്നാണ് എടുത്തത്, കാലിക്കറ്റുള്ള. അപ്പം എനിക്ക് ഈ പ്രൈസിനാണ് അവർ തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവരെല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ അവർ പ്രോപ്പറായിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഓൺലൈനിൽ എടുക്കാൻ വേണ്ടി അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല, കാരണം നമ്മൾ ആദ്യമായിട്ട് എടുക്കല്ലേ. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി കുറച്ചും കൂടി അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്യാമറ പോയിന്റിൽ പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ മെയിനായിട്ട് ഞാൻ വേറൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചു. ഇത് നിങ്ങൾക്ക് വാട്ടർ പ്രൂഫ് അല്ല കേട്ടോ. നിങ്ങൾക്ക് വെള്ളത്തിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഡാമേജ് ആവും. GoPro പോലെയല്ല. അതേപോലെ ഇത് നിങ്ങൾ വളരെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം. കയ്യിൽ നിന്ന് നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ എല്ലാം ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലെന്തൊക്കെ സാധനങ്ങളുണ്ട്, ഇത് എന്തിനൊക്കെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനുള്ളൊരു മാനുവലും കൂടി ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർക്കാൻ വേണ്ടി പറ്റും. ഇതിനുള്ളിലാണ് കേട്ടോ മാനുവൽ ഉള്ളത്. ചെറിയൊരു മാനുവൽ ബുക്ക് ഉണ്ട്. നിങ്ങൾ എടുത്ത വീഡിയോസൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യാന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതിനൊരു ആപ്പ് ഉണ്ട്, DG എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് എങ്ങനെ ഓപ്പൺ ചെയ്യണം, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സൈഡിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഈ വീഡിയോ എൻഡിലായിട്ട് ഞാൻ കൊടുക്കാം. എങ്ങനെ എക്സ്പോർട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളത് വളരെ ഈസിയാണ്. നിങ്ങൾ വൺസ് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഈസിയാണ്. ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം. നിങ്ങളത് വൺസ് കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. വളരെ ഈസി ആയിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. വീഡിയോസും ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോണിലേക്ക് എടുക്കുന്ന വെച്ചാൽ ഫോണിലേക്ക് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങളൊരു C-type കേബിൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ SD കാർഡ് ഡയറക്റ്റായിട്ട് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും എടുക്കാവുന്നതാണ് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സൈഡിൽ അല്ലെങ്കിൽ ഈ വീഡിയോ കഴിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് DG-നെ പറ്റി എനിക്ക് പറയുന്നത്. എനിക്ക് ഇതുവരെ യൂസ് ചെയ്തിട്ട് ഭയങ്കര നല്ല അഭിപ്രായമാണ് ഉള്ളത്. നിങ്ങളിപ്പം വ്ളോഗിങ്ങിനൊക്കെ നല്ല ക്യാമറ നോക്കി ചൂസ് ചെയ്യാൻ വേണ്ടി നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി നല്ല, കാരണം ഭയങ്കര ഹാൻഡിയാണ്. ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് തോന്നിയത് രാത്രിത്തെ എന്താ പറയുക, രാത്രി നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത്ര ക്ലാരിറ്റിയിൽ എനിക്ക് കിട്ടുന്ന പോലെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഇതേപോലെ വളരെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം. നിലത്തൊക്കെ വീണാൽ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. വാട്ടർ പ്രൂഫ് അല്ല കേട്ടോ. നമ്മൾ മഴയത്തൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഇതെന്തായാലും ഡാമേജ് ആവും. ഈ 3 കാര്യങ്ങളാണ് എനിക്ക് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ബാക്കിയെല്ലാം കൊണ്ടും ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു സംഭവത്തിൽ. നിങ്ങൾ നല്ല ക്യാമറ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ക്യാമറ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യാണ്. അത് കൂടാണ്ട് ഇതിൻ്റെ ലിങ്ക്, അതായത് ഞാൻ മേടിച്ച ക്യാമറേൻ്റെ ലിങ്ക് താഴത്ത് കൊടുക്കാം. ഓൺലൈൻ പ്രൈസ് നിങ്ങൾക്ക് 69,990 ആയിരിക്കും കാണിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അല്ല നിങ്ങൾ ഏതെങ്കിലും ഷോപ്പിലൊക്കെ പോയി എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവരുടെ ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് ബ്ലൂടൂത്ത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമുക്കിതിൽ നമ്മളെ ഡിവൈസ് കണക്ട് ചെയ്യാം കേട്ടോ. ഓസ്മോ പോക്കറ്റ് 3 എന്ന് പറഞ്ഞിട്ടുള്ള ഡിവൈസ് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഫ്യൂ സെക്കൻഡ്സ് എടുക്കും കേട്ടോ കണക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് നമ്മൾ 1 ടൈം കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം ഈസി ആയിരിക്കും. അപ്പോൾ ഇത് കണക്റ്റ് ആയിട്ടുണ്ട്. കണക്റ്റ് ആയതിന് ശേഷം നമുക്കിവിടെ ഇങ്ങനെ കാണാൻ പറ്റും കണക്റ്റഡ്. നോർമലി നമ്മൾ ബ്ലൂടൂത്ത് ഒക്കെ കണക്ട് ചെയ്യുന്ന പോലെ തന്നെ. പിന്നെ നമുക്ക് DG Mimo ആപ്പ് ഡൗൺലോഡ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ആപ്പിൾ സ്റ്റോറിലും അതേപോലെ പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. DG Mimo എന്നാണ് കേട്ടോ ആപ്പിൻ്റെ പേര് വന്നിട്ട്. അതിൽ നമുക്ക് താഴത്ത് കാണാൻ പറ്റും ആൽബം എന്ന് പറഞ്ഞിട്ട്. അതെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. മുകളിലുള്ള ആ ഒരു ആരോ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഡൗൺലോഡായി കിട്ടും. പിന്നെ നമ്മൾ നേരെ ഫോട്ടോസിലോ അല്ലെങ്കിൽ നിങ്ങളെ ഗാലറിയിലോ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ അവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ല യൂസ്ഫുൾ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടാറ്റാ ബൈ, സീ യു, ടേക്ക് കെയർ.